പ്രയർ പാട്ടെന്നാ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, Surya, നല്ല സ്വീറ്റ് ആയിരുന്നു. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? Yes. Ma'am, thought for the day. Please. Good afternoon, everyone. I'm going to sign in Jisha ma'am class with a number song. 1, 2, 3, 4, 5. Once I got a fish alive. 6, 7, 8, 9, 10. Then I let it go again. Why did you let it go? Because it bit my finger. So which finger did it bite? The little finger on my right. The little finger on my right. Thank you all. Okay, very good. Ma'am, Yes. thought for the day. Yes. In between thought ഞാനിങ്ങനെ കേട്ടു. പറയൂ തന്നെ. Okay. Everyone can rise above their circumstances and achieve success if they are dedicated to and passionate about what they do. Nelson Mandela. Thank you, ma'am. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ടോപ്പിക്സ് ആരെങ്കിലും എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ? യെസ്, ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻസ് സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് ആയിരുന്നു സെമിനാർ പോലെ എടുത്തത്? Importance of ആരായിരുന്നു? അതിനകത്ത് എവിടെയോ എഴുതി വെച്ചു, ജസ്റ്റ് ഞാൻ നോക്കുമായിരുന്നു. റീജിയൻ എടുത്തിട്ടുണ്ടായിരുന്നേ. റീജ, യെസ് യെസ്. Ma'am, basic principle for effective supervision. ഓർക്കുന്നു. Okay. ഈ മാർക്കൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. ഇനി ബുക്ക് എടുക്കണം. അത് ഇന്നലെ ഒരു ക്ലീനിങ് ഒക്കെ നടത്തിയായിരുന്നു, അതെവിടെ വെച്ചു. ഓക്കെ, അപ്പൊ സോ ഇന്ന് എന്താണ്, ഇന്ന് ആക്ച്വലി എന്താണ്, ക്ലാസ് ആണോ അതാരെങ്കിലും എടുക്കുന്നുണ്ടോ? ടോപ്പിക്സ് ഏതെങ്കിലും എടുക്കുന്നുണ്ടോ? ഏതോ ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ നോക്കാന്ന് പറഞ്ഞു. പിന്നെ സീസ് ജസ്റ്റ് മാം 7Cs മാം എടുക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ സെമിനാർ കൊടുത്തിട്ടുണ്ട്. 7Cs. ആ സീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും അത് സെമിനാർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞു അല്ലെ? മുന്നല്ലേ? ഐ തിങ്ക് സോ. ഷെയർ ചെയ്യട്ടോ ആദ്യം. ഓക്കെ, സെമിനാർ എടുക്കാനാണോ റെഡി? അല്ലെങ്കിൽ ക്ലാസ് ഇത് സ്റ്റാർട്ട് ചെയ്യണോ? സെമിനാർ എടുക്കാൻ റെഡിയാണ്. ഓക്കെ, എന്നാ അതങ്ങ് ചെയ്തോളൂ. കാരണം ആ ഒരു ഇതിൽ വന്നിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കാൻ ഒരു ഇതായിരുന്നു. സോ പ്ലീസ് സ്റ്റാർട്ട്. ഞാൻ ഇതപ്പോ സ്റ്റോപ്പ് ചെയ്യാം.
അതോ ആ പോർഷൻ ഞാൻ എടുത്ത് വെക്കണോ? സെമിനാർ വിൽ ബി ഫ്രം ഔട്ട്സൈഡ്. കുറെ ഡീറ്റെയിൽസ് കണക്ട് ചെയ്തിട്ടല്ലേ. സോ ഞാൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ പ്ലീസ് രമി. Types of supervision, the third point ആണ് the coercive of supervision. ഹലോ, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. Okay. Good afternoon, ma'am. Good afternoon, everyone. I am Febina. I come from Malappuram. I am basically from Malappuram, but currently living in Perindalvanna. Today seminar, type of supervision, first point is corrective supervisions. വിദ്യാഭ്യാസ രംഗത്തെ കറക്റ്റീവ് സൂപ്പർവിഷൻ എന്നത് അധ്യാപകരുടെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തി അവ തിരുത്താൻ സഹായിക്കുന്ന ഒരു മേൽനോട്ട പ്രക്രിയയാണ്. ഇത് അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും പഠനഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം ഒരു ക്രിയാത്മകമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇത് വെറും കുറ്റങ്ങൾ കണ്ടെത്താനല്ല, മറിച്ച് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ക്രിയാത്മകമായ സമീപനമാണ്. കറക്റ്റീവ് സൂപ്പർവിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പോരായ്മകൾ തിരിച്ചറിയുക എന്നാണ്. പഠനത്തിലോ പഠിപ്പിക്കുന്നതിനോ ഉണ്ടാകുന്ന തെറ്റുകൾ, കുറവുകൾ, വെല്ലുവിളികൾ എന്നിവ കൃത്യമായി കണ്ടെത്തുന്നു എന്നാണ്. സെക്കൻഡ്, മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നത് കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുകയും അതിനു വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ്. തേർഡ് പോയിന്റ്, പ്രകടനം മെച്ചപ്പെടുത്തുക. അധ്യാപകരുടെ പഠന രീതികളും വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും ഉയർത്താൻ ഇത് സഹായിക്കുന്നു. മികച്ച ഫലം നേടുക എന്നത് വിദ്യാർത്ഥികളുടെ പഠനാനുഭവം മെച്ചപ്പെടുത്തുന്നതിലൂടെ മികച്ച അക്കാദമിക് ഫലങ്ങൾ നേടാൻ ലക്ഷ്യമിടുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഫസ്റ്റ്, നിരീക്ഷണം വഴി നമുക്കത് കണ്ടെത്താൻ കഴിയും. സൂപ്പർവൈസർമാർ അധ്യാപകരുടെ ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങൾ, പഠന രീതികൾ, മൂല്യനിർണ്ണയ രീതികൾ എന്നിവ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. വിശകലനം വഴിയും നമുക്കിത് കണ്ടെത്താൻ കഴിയും. നിരീക്ഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് അധ്യാപകന്റെ പ്രകടനത്തിലെ പോരായ്മകളും സാധ്യതകളും മനസ്സിലാക്കുന്നു. പ്രതികരണം നൽകുക. തെറ്റുകൾ തിരുത്തുന്നതിനായി അധ്യാപകരുമായി വ്യക്തിപരമായി സംസാരിച്ച് പോസിറ്റീവ് ക്രിറ്റിസം നൽകുന്നു. പിന്തുണ നൽകുക, പ്രവർത്തിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രൊഫഷണൽ വികസന അവസരങ്ങൾ, പരിശീലനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യാൻ നമുക്ക് അധ്യാപകർക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. പിന്നെ പുരോഗതി വിലയിരുത്തൽ കൂടി ഇത് പ്രവർത്തിക്കാം. മേൽനോട്ടത്തിന് ശേഷം അധ്യാപകരുടെ പ്രകടനത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ വിലയിരുത്തി തുടർന്നും ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നു. കറക്റ്റീവ് സൂപ്പർവിഷന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു അധ്യാപകന് ഫലപ്രദമല്ലാത്ത ഒരു പഠന രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂപ്പർവൈസർ അത് ചൂണ്ടിക്കാണിക്കുകയും കൂടുതൽ ഫലപ്രദമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിൽ നിരന്തരം തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ പഠന രീതി വിലയിരുത്തി ശരിയായ മാർഗനിർദ്ദേശവും നൽകുന്നു. ക്ലാസ്സിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അധ്യാപകന് മികച്ച ക്ലാസ് റൂം മാനേജ്മെന്റ് തന്ത്രങ്ങൾ പഠിക്കാനും സഹായം നൽകുന്നു. എന്നിരുന്നാലും കാലം മാറിയതിനനുസരിച്ച് വിദ്യാഭ്യാസ മേൽനോട്ടത്തിന്റെ രീതികൾ മാറിയിട്ടുണ്ട്. വെറും കുറ്റങ്ങൾ കണ്ടെത്തുക എന്നതിലുപരിയായി അധ്യാപകരുടെ വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ക്രിയാത്മകമായ മേൽനോട്ടത്തിന് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. That's all, ma'am. ഓക്കെ, പേരൊന്നുള്ളൊന്ന് പറയാമോ? ആ പ്രൊഫൈലില് വേറെ കണ്ടതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി. പേരെന്താ ശരിക്കും? മ്യൂട്ടാണ്, പറയുന്നുണ്ടോ പേര്? സോറി മാം. FEBINA, ഫെബിന. ഫെബിന. ഫെബിന ഏത് ബാച്ചായിരുന്നു? 9th. ഓക്കെ ഫെബിന, നിങ്ങൾ പറഞ്ഞു ഫോൾട്ട് ഫൈൻഡിങ്, അതാണ് കറക്റ്റീവ് സൂപ്പർവിഷന് കൊടുത്തിരുന്ന ഒരു പീരീഡ് അല്ലേ? ജസ്റ്റ് ആളെ പിൻ പോയിന്റിൽ നിർത്തി ഇങ്ങനെ എന്താ പറയാ ചൂണ്ടുവിരൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയല്ല ശരിക്കും കറക്റ്റീവ് സൂപ്പർവിഷൻ. അവരുടെ ആ ഒരു ഫോൾട്സും മിസ്റ്റേക്സും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ
ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് അവർക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, അതാണ് ശരിക്കും കറക്റ്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ആരാ പറയുന്നത്? അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഞാനാണ്. ഷെഫീല എന്ന് തന്നെയാണോ പേര്? അതിൽ കാണുന്ന പേര് തന്നെയാണോ? അതെ അതെ. ഷെഫീല ഏത് വെച്ചായിരുന്നു? MT10. Good afternoon, ma'am. Good afternoon, ma'am, and good afternoon, everyone. I am here to present a seminar on preventive supervision. What is preventive supervision? It refers to a proactive approach in management, monitoring aimed at preventing issues, risks, or problems before they occur. പ്രിവെന്റീവ് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ റിസ്കുകൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടി എടുക്കുന്ന മുൻകരുതലുകളോട് കൂടിയുള്ള ഒരു സൂപ്പർവിഷൻ രീതിയാണ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് റിസ്ക്, പ്രോബ്ലംസിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എഫിഷ്യൻസി, നേരത്തെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാനും സമയവും റിസോഴ്സും സേവ് ചെയ്യാനും സാധിക്കും. കൂടാതെ ഒരു ഇംപ്രൂവ്ഡ് ഔട്ട്കമും ഇതിലൂടെ നമുക്ക് ലഭിക്കും. പ്രിവെന്റീവ് സൂപ്പർവിഷൻ ഇൻ എഡ്യൂക്കേഷൻ. In education, preventive supervision focuses on proactive strategies to support teachers, improve instructions, and enhance student learning outcome. വിദ്യാഭ്യാസ മേഖലയിൽ പ്രിവെന്റീവ് സൂപ്പർവിഷൻ ലക്ഷ്യമിടുന്നത് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനുമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ റിസ്കുകൾ നേരത്തെ കണ്ടുപിടിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏതെല്ലാം രീതികളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. ഒന്നാമത്തേത് ക്ലാസ് റൂം ഒബ്സർവേഷൻ. ക്ലാസ് റൂം റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുത്ത് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം. വേറൊരു മെത്തേഡാണ് ടീച്ചർ മോണിറ്ററിങ്. സ്ട്രഗിൾ ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് അവർക്കൊരു പ്രോപ്പർ മെന്ററിങ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണത്. പിന്നെ കരിക്കുലം സപ്പോർട്ട്. പാഠ്യപദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് അധ്യാപകർക്ക് അതിൻ്റെ ആവശ്യമായ റിസോഴ്സസും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കരിക്കുലം സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്റ്റുഡൻസ് പ്രോഗ്രസ് മോണിറ്ററിങ്. ഏതൊക്കെ മേഖലയിലാണോ അധ്യാപകർക്ക് പിന്തുണ വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന്റെ പഠന പുരോഗതി കൃത്യമായി ട്രാക്ക് ചെയ്ത് അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസ് പ്രോഗ്രസ് മോണിറ്ററിങ്. അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അവരുടെ ഉയർച്ചയിലെത്താൻ പരമാവധി പിന്തുണ സൃഷ്ടിക്കാൻ ഈ പ്രിവെന്റീവ് സൂപ്പർവിഷൻ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയാം. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് ടീച്ചിങ് ക്വാളിറ്റി. കൃത്യമായ ഫീഡ്ബാക്കും സപ്പോർട്ടും അധ്യാപകർക്ക് അവരുടെ കഴിവുകളെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എൻഹാൻസ്ഡ് സ്റ്റുഡൻറ് ഔട്ട്കം. കൃത്യമായ പ്രിവെന്റീവ് സൂപ്പർവിഷനിലൂടെ മികച്ച അക്കാദമിക് ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു. എയർലി ഇഷ്യൂ ഐഡന്റിഫിക്കേഷൻ. പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ അവ പരിഹരിക്കാൻ സാധിക്കും. ടീച്ചേഴ്സ് റിട്ടൻഷൻ. കൃത്യമായ മാർഗനിർദ്ദേശവും സപ്പോർട്ടും ടീച്ചേഴ്സിന് കൊടുക്കുക വഴി അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം കൊടുക്കാൻ സാധിക്കും. എഫിഷ്യന്റ് റിസോഴ്സ് അലൊക്കേഷൻ. ഏതെല്ലാം റിസോഴ്സസിന്റെ ആവശ്യമുണ്ടോ അതെല്ലാം കൃത്യമായി കണ്ടെത്തുക വഴി റിസോഴ്സസിന്റെ കൃത്യമായ ഉപയോഗം സാധിക്കും. അതുമൂലം റിസോഴ്സസും സമയവും സേവ് ചെയ്യാനും സാധിക്കുന്നു. താങ്ക് യു മാം. എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഒന്നുമില്ലേ? ആർക്കൊന്നും ചോദിക്കാനില്ലേ? ഓക്കെ, താങ്ക് യു മാം. സോ ഇപ്പൊ പറഞ്ഞ കറക്റ്റീവ് സൂപ്പർവിഷനും അതുപോലെ തന്നെ പ്രിവെന്റീവ് സൂപ്പർവിഷനും ഇത് രണ്ടും നമ്മുടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു പോസിറ്റീവ് സൂപ്പർവിഷൻ തന്നെയാണ്. പറയാൻ കാരണം നമുക്ക് പോസിറ്റീവ് അല്ലാത്ത സൂപ്പർവിഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പോസിറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൽ രണ്ടിലും ജെനുവിൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. സൂപ്പർവൈസർ ആ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതിയില്ല, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയില്ല. എങ്ങനെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്
നോക്കണം. അതാണ് രണ്ടിലും സൂപ്പർവൈസർ ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന മാർഗങ്ങൾ, മീൻസ്, മെഷേഴ്സ് ഇതെല്ലാം എടുക്കും. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, അവരെ ഓരോ മെത്തേഡ്സിന് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഓവറോൾ ഔട്ട്കം എന്ന് പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്സ്, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കും. ടീച്ചേഴ്സ് ബെറ്റർ ആവും, കുട്ടികളും ബെറ്റർ ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതൊരു പ്രോബ്ലം, ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ടീച്ചേഴ്സിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് ഫേസ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനായിട്ടും അവർക്ക് പറ്റും. സോ ഈ രണ്ടിലും സൂപ്പർവൈസേഴ്സ് ഒരു ഫ്രണ്ട്, ഒരു ഗൈഡ്, ഒരു മെന്റർ, ആ ഒരു സപ്പോർട്ടർ, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആ Yes, പറയട്ടെ. please. രമ്യ തന്നെയാണോ പേര്? അതെ അതെ അതെ. രമ്യ ഫുൾ നെയിം എന്ന് പറയുന്നത്? രമ്യ ആർ, ഏത് ബാച്ചാ? MT10. ഓക്കെ രമ്യ, സ്റ്റാർട്ട് ചെയ്തോളൂ. Good afternoon, everyone. Today I'm going to take the seminar class of topic the coercive supervision. Coercive supervision introduction. Coercive supervision refers to a management approach where leaders use pressure, threats, or intimidation to control and direct their team. This style often relies on fear and compliance rather than collaboration or trust. I can explain you in Malayalam. Coercive supervision in Malayalam is നിർബന്ധിത മേൽനോട്ടം. നേതാക്കൾ തങ്ങളുടെ ടീമിനെ നിയന്ത്രിക്കാനും നയിക്കാനും സമ്മർദ്ദം, ഭീഷണികൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് സമീപനത്തെയാണ് നിർബന്ധിത മേൽനോട്ടം എന്ന് പറയുന്നത്. ഈ ശൈലി പലപ്പോഴും സഹകരണത്തിനോ വിശ്വാസത്തിനോ പകരം ആശ്രയിക്കുന്നു. Example, a manager in a company asks his team members to complete a project within a deadline. He threatens them with a salary cut or dismissal from job if they fail to do so. Making employees work through such threats and pressure is an example of coercive supervision. Key points: control through fear, top-down approach, lack of trust, short-term focus on compliance. Conclusion: coercive supervision may yield short-term compliance, but it is often leads to long-term negative consequences such as low morale, high turnover, and reduced productivity. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും വായിച്ചിട്ട് മനസ്സിലായോ? വാട്ട് ഈസ് കോഴ്സീവ് സൂപ്പർവിഷൻ പറഞ്ഞാൽ എന്താ? And something like that. നിർബന്ധിതമായിട്ടുള്ള ഒരു മേൽനോട്ടം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. കഴിഞ്ഞു. ഓക്കെ, സോ പ്രഷറൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക ചില സ്കൂൾസിൽ അത് നടക്കണ്ടാവൂലേ? ഡിപ്പെൻഡിങ് ഓൺ ദ മാനേജ്മെന്റ് പ്രഷറൈസ് ചെയ്യും. നമ്മൾക്ക് ഒട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഈവൻ ദോ സ്കൂളാണ്, വട്ടെവർ സ്കൂളായാലും ഏതെങ്കിലും ഒരു ഓഫീസാണെങ്കിലും പ്രഷറൈസ് ചെയ്ത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമ്മൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല, ഭയങ്കര പ്രഷറിലായിരിക്കും, സ്ട്രെസ്സിലായിരിക്കും. അങ്ങനെ വരുന്നതാണ് ഈ കൊയേഴ്സീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് വേയിലും സൂപ്പർവിഷൻ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യണം. വേറൊന്നുമില്ല, ടോപ്പിക് ഒരു പ്രിന്റ് വന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഷെയർ ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ടോപ്പിക് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ. അടുത്തത് ആഷ്മി ആയിരുന്നു. ആൾക്ക് ഇപ്പോ ഇന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം, അപ്പൊ അന്ന് ചെയ്യില്ല, അടുത്ത ക്ലാസ്സിൽ ചെയ്യാ പറഞ്ഞു. നോ പ്രോബ്ലം. ഇനി ആരും ഇല്ലല്ലോ, എനിക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ക്ലാസ് കാണലാണോ ഹോബി? ഉറക്കൊന്നുമില്ലേ?
ഓക്കെ, നമ്മള് 7 C's അല്ല, ഞാൻ അത് എടുക്കാം. അതിന്റെ താഴെ ഇതൊന്ന് ടോപ്പിക്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കാണാം. കറക്റ്റീവ് സൂപ്പർവിഷൻ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ, അങ്ങനെ 5 ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ക്യൂരിയോസിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെ, കോണ്ടെക്സ്റ്റ്, കോംപ്ലക്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് ശരിക്കും ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ അണ്ടറിൽ വേണം ഇത് വരാനായിട്ട്. ഈ പോയിന്റ്സ് 6 പോയിന്റ്സ് 2 എന്നുള്ളത് തുടങ്ങിയിട്ട് ഈ 7 വരെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് അതിനാണ് നമ്മളുടെ ബാക്കി സൂപ്പർവിഷനൊക്കെ പിന്നെ നമ്പർ ഇട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, പ്രിവെന്റീവ് സൂപ്പർവിഷൻ അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഈ ഒരു ടോപ്പിക്സ് കഴിഞ്ഞിട്ട് അത് മോഡേൺ സൂപ്പർവിഷനിസ്റ്റ്, ഡെമോക്രാറ്റിക് ആൻഡ് കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഓർഗനൈസേഷൻ, അപ്പൊ അതിന്റെയൊക്കെ കൂടെയാണ് നമുക്ക് ശരിക്കും ആ ഒരു 2 നമ്പർ തുടങ്ങി 7 വരെ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് വരേണ്ടത്. അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയോ? നമുക്ക് 7 C'സിലേക്ക് പോവാം. അതാരും സെമിനാർ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. 7 C's. Okay, 7 C'സിലെ ഫസ്റ്റ് C, കോൺവെർസേഷൻ. എന്താ കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? എന്താ കോൺവെർസേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ? മീൻസ് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരം. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു ആശയം ഉണ്ടായിരിക്കില്ലേ? അതിനെയല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതെ, നമുക്കൊരു മെസ്സേജ് ഒരാളോട് പാസ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലെ, അത് ആളിലേക്ക് എത്തിക്കുന്നു. അത് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, ഐഡിയാസ് ആയിരിക്കാം, പറഞ്ഞ പോലെ വ്യക്തമായ ഒരു ആശയം ഉള്ളതായിരിക്കും കമ്മ്യൂണിക്കേഷൻ. മറ്റേത് കാഷ്വലി നടക്കാം കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നതാകാം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. 84 ഐ തിങ്ക്. 83 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷന്റെ ഫസ്റ്റ് C ആണ് കോൺവെർസേഷൻ. എഫക്റ്റീവ് കോൺവെർസേഷൻ വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും, കോൺവെർസേഷൻ ശരിയായി നടന്നില്ലെങ്കിൽ പിന്നെ അടിപിടി വരെ എത്തും. ഭയങ്കര കോൺഫ്ലിക്ട്സും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് എഫക്റ്റീവ് കോൺവെർസേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അതിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് ആ ഒരു എബിലിറ്റി അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് അത് റീതിങ്ക് ചെയ്ത് അതൊന്നുകൂടെയൊക്കെ ശരിയാക്കി എടുക്കുക. അതാണ് എഫക്റ്റീവ് കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ പലപ്പോഴും ഇത് നമ്മളും കടന്നു പോയിട്ടുണ്ടാകാം. നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സർട്ടൻ ഇഷ്യൂ വരുമ്പോൾ നമ്മളത് സംസാരിച്ച് ശരിയാക്കുന്നു. ശരിയായ ഒരു കോൺവെർസേഷൻ, അത് അതിനെ പറ്റിയ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ അങ്ങനെ. ഇപ്പോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ റൈറ്റ്സിന് വേണ്ടിയിട്ട് സമരം ചെയ്യും അല്ലെ. അപ്പൊ സമരം ചെയ്യുമ്പോഴേക്കും നേതാക്കന്മാർ വന്ന്, ഇപ്പൊ സമരം ചെയ്യുന്ന മാനേജ്മെന്റിനോടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നേതാക്കന്മാരിൽ 2 or 3 പേര് ഇവരെ എല്ലാരെയും റെപ്രസെന്റ് ചെയ്ത് വന്ന് സംസാരിക്കും, മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കും. ദാറ്റ് ഈസ് കോൺവെർസേഷൻ. അത് എഫക്റ്റീവ് ആയാൽ മാത്രമാണ് അവരുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്ക് യൂണിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതിന്റെ ലീഡേഴ്സ് ഉണ്ട്. അവർ ചെന്ന് ഫാക്ടറിയിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മുതലാളിമാരോട് സംസാരിക്കുന്നതായിട്ട്, അതാണ് കോൺവെർസേഷൻ. ഒരു എഫക്റ്റീവ് ആയാൽ മാത്രമാണ് റിസൾട്ട് വരുള്ളൂ. നെക്സ്റ്റ് കൊഹീസീവ്നെസ്. നിങ്ങളുടെ ആ 2 എന്നുള്ള ഇതില് അത് വരുന്നില്ല, ആ താഴെയുള്ള ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട് കൊഹീസീവ്നെസ്. അടുത്ത C ആണ് കൊഹീസീവ്നെസ്, സ്റ്റിക്കിംഗ് ടുഗദർ. ഒട്ടിപ്പിടിച്ച് എല്ലാവരും കൂടി ഇരിക്കുക എന്ന് പറയുന്ന പോലെ, അതായത് ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം. കൊഹീസീവ്നെസ്.
ഒരു സ്കൂള് അല്ലെങ്കിൽ എന്ത് തന്നെയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫാക്ടറി, ഒരു ഓർഗനൈസേഷൻ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഇൻഡിവിജ്വലിനേക്കാളും കൂടുതൽ ടീം വർക്ക് ഗ്രൂപ്പിനാണ് അല്ലെ. എന്താ പറയുക, ഒറ്റയ്ക്ക് അത് പലപ്പോഴും റിസൾട്ട് വരാറില്ല. ആ ഒരു റിസൾട്ട് വരണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും ഒഴിവാകുന്നതിന് കാരണം ആ ഒരു കൊഹിസീവ്നെസ് കൊണ്ടാണ്. നമ്മൾ പറയില്ലേ വൺനെസ്, വി ഫീൽ എന്നൊക്കെ പറയില്ലേ, വി ഫീൽ എന്നൊക്കെ പറയുന്ന പോലെ, ദാറ്റ് ഇസ് ആ ഒരു ക്വാളിറ്റി. അത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലുണ്ട്. നമ്മളുടെ വീട്ടിലും നമ്മള് നൈബർഹുഡുമായിട്ട്, അയൽപ്പക്കമായിട്ട് അല്ലെ, നമ്മൾ പഠിച്ച നമ്മളുടെ പണ്ടത്തെ സുഹൃത്തുക്കൾ അവരുമായിട്ട് ഒക്കെ ഉണ്ടാവും. ഈ ഇതിപ്പോ നമ്മൾ സൂപ്പർവിഷന്റെ കാര്യത്തിൽ പറയുമ്പോഴേക്കും ആ ഒരു സൂപ്പർവൈസർ എപ്പോഴും ഫോക്കസ് ചെയ്യണം ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗിലേക്ക്, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഗ്രൂപ്പ് മൊറൈൽ ആൻഡ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് സ്പ്ലിറ്റ് ഉണ്ടാക്കരുത്, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പരിപാടി ചെയ്യരുത് എന്നുള്ളത്. ഗ്രൂപ്പിനെ നല്ല പ്രൊഡക്റ്റീവ് ആക്കി പോകുമ്പോഴാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ കമ്പനിയോ എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു പരിപാടിയായിരുന്നല്ലോ നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാ, തൈപ്പടമാകും, ഒന്നും ഉണ്ടാവില്ല, ഈ അടിത്തറ വരെ ഇളകി പോകും. കൊഹസീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കമ്മ്യൂണിക്കേറ്റീവ്. ആർക്കെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യൂ കേട്ടോ പ്ലീസ്. The next one, modern supervision is communicative. Ma'am, second point refer corporation, ma'am. Cooperation, അത് refer ചെയ്യാമോ? യെസ്, സഹകരണം എന്ന് പറയുന്ന പോലെ, എനിക്ക് പറഞ്ഞ പോലെ കോപ്പറേഷൻ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ്. കമ്മ്യൂണിക്കേറ്റീവ് ഇപ്പൊ നമ്മൾ ഗുഡ് കണക്ഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി, അതാണ് പ്രശ്നമായതെന്ന്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ്, ആ ഒരു മെസ്സേജ് ടോപ്പ് ലെവലിൽ നിന്ന് താഴെയുള്ള ലെവലിലേക്ക് പോവുകയാണ്. ആ മെസ്സേജ് ശരിയായ രീതിയിൽ കൺവേ ചെയ്താൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഒരാൾ കേൾക്കുന്നത് വേറൊരാൾ കേൾക്കുന്നു, അവരുടെ പെർസെപ്ഷൻ, അവരുടെ വ്യൂസ് ഒക്കെ വേറെയായി, ചിലപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയി പോകും. ഒരു ഗുഡ് കണക്ഷൻ അത് വേണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഗുഡ് പ്ലാനിങ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാറുണ്ട്, ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞിട്ട്. അറിയായിരിക്കും നിങ്ങൾക്ക്, ചെവിയിൽ പറഞ്ഞു പോകും അല്ലെ. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗെയിം പോലെയാണ്. പറഞ്ഞു പോകും, അവസാനം എത്തുമ്പോൾ, അവസാനം നല്ല ഇടയ്ക്ക് വെച്ചിട്ട് അത് മാറി പോകും അല്ലെ. സെയിം തന്നെ നമ്മൾ ആക്ഷൻസിലൂടെയും കാണിക്കാറുണ്ട്. ഒരാളെ ഒരു ആക്ഷൻ കാണിക്കും, അയാൾ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഫസ്റ്റ് ആക്ഷനിൽ നിന്ന് തന്നെ വ്യത്യാസമായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാം. ഇതില് നമുക്ക് സൂപ്പർവിഷനെ കുറിച്ചിട്ടൊക്കെ ഒബ്സർവേഷൻസ് കൊടുത്ത കുറെ ഓതേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു വെയിൽസ്, if a supervisor hopes to facilitate communication, he will work for decrease in status lines, for constant study of the process used in the group, and for desirable physical structure and competent group leadership. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആളുകളായിരിക്കും അല്ലെ, പല രീതിയിലുള്ള ആളുകളായിരിക്കും. ഈവൻ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും പല രീതിയിലുള്ള ആളുകളായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും അടുത്തേക്ക് ഒരേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. അപ്പൊ ആളുകൾക്കനുസരിച്ച് അത് കൊടുക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു സൂപ്പർവൈസർക്ക് ഉണ്ടാകണം. ചിലപ്പോൾ ടെക്നിക്കലി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ടെക്നിക്കലി അറിവുള്ളവരാവണമെന്നില്ല. ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അസിസ്റ്റന്റ് ആയിട്ടുള്ള ആന്റിമാരുണ്ടല്ലോ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന, സ്കൂൾ പ്രമൈസസ് ക്ലീൻ ആക്കി വെക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. ഒരേ മെസ്സേജ് ഇവർക്ക് എല്ലാവർക്കും പോകേണ്ടതാണെങ്കിൽ എല്ലാവരിലേക്കും അവരുടെ രീതിക്ക് അനുസരിച്ച് അത് കൺവേ ചെയ്യാനായിട്ട് പറ്റണം. ഒരു എഫക്റ്റീവ് സൂപ്പർവൈസർക്ക് അതിന് പറ്റണം. മോഡേൺ സൂപ്പർവിഷൻ ഇത് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഒരു ഇടത്ത് മാത്രം അതറിയും,
മറ്റുള്ളവരെ അറിയില്ല. അത് ഓവറോൾ പെർഫോമൻസിനെ, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചേർന്നത്, ഇൻക്ലൂഡിങ് ഓൾ അല്ലെങ്കിൽ എവറിത്തിങ്, ആ ഒരു രീതിയിൽ വരുന്നത്. മോഡേൺ സൂപ്പർവിഷൻ ഈസ് കോംപ്രിഹെൻസീവ് ഇൻ സ്കോപ്പ്. കുറേ പുതിയ പുതിയ വേർഡുകൾ ഉണ്ട്. ഞാനിതെല്ലാം കൺട്രോൾ എന്ന് പറയാലോ മാം. ആ 4th പോയിന്റ് കൺട്രോൾ ചെയ്യുന്ന മാതിരി. ഐ മീൻ കോംപ്രിഹെൻസീവ് ആണോ? ആ മാം. മീൻസ് കൺട്രോൾ മീൻസ് അങ്ങനല്ല, എല്ലാം ഒന്നിച്ചിട്ട് മീൻസ് ഒരു അങ്ങനെയാണ് എന്തെന്ന് ഓക്കെ മാം, ഞാൻ പറയാം. ഓവറോൾ സൂപ്പർവിഷനാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു മാം. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ചേർത്തിട്ടുള്ള മീൻസ് ഒരാള് ഹെഡായിട്ട് കൺട്രോൾ എടുത്തിട്ട് അതിനെ അങ്ങനെ പറയാൻ പറ്റുമോന്ന് ചോദിക്കാൻ വന്നത്. നമുക്ക് സൂപ്പർവിഷനിൽ ഇപ്പോഴുള്ള സൂപ്പർവിഷനിൽ ശരിക്കും കൺട്രോൾ എന്നുള്ളൊരു കാര്യം വരുന്നില്ല. അങ്കിത ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എന്താ പറയാ, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പരിധിയിൽ, മീൻസ് ഒരു കൺട്രോളിങ് ഒരു ഇതിലാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്, മനസ്സിലായി. അല്ല മാം, ലാസ്റ്റ് അത് വായിച്ചിട്ട് വരാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതിനെ ഫുൾ ഡിസ്കസ് അങ്ങനെ ഇതാക്കിയപ്പോ അതില് ഓരോരോ ഷോർട്ട് ഫോം ആയിട്ട് കിട്ടിയത്, അങ്ങനെ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അത്ര തന്നെയല്ലോ. നോക്കിയതൊന്ന് ഷെയർ ചെയ്യൂ പ്ലീസ്. അയ്യോ ഇപ്പോഴാ മാം. ഓക്കെ, ജസ്റ്റ് അതന്നെ മീൻസ് ഞാനിപ്പൊ അതില് 7 points ആയിട്ട് എനക്ക് കിട്ടിയത് ഇങ്ങനെ മാം. ഒരു മിനിറ്റ്. Like first one conversation, and second one cooperation, and third one is coordination, fourth one is control means taking the decision, every means plans, what plans we made that goes smoothly, like meaning ma'am. And the fifth one is a confidence, and the sixth one is a concern, and seventh one is a courage ma'am. Like അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ കഴിയാമോ? മീൻസ് ഞാൻ പ്രിപ്പയർ ആയി മാം, ബട്ട് വേണ്ടെന്ന് വെച്ചിട്ടും ഉണ്ടാകുന്നു. അതെന്താണ് പ്രിപ്പയർ ആയെങ്കിൽ പറയണ്ടേ? അങ്ങനെയല്ല മാം, ഞാൻ ജസ്റ്റ് മലയാളത്തിൽ കുറേ ആയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെല്ലാം എടുത്തിട്ട് ചെയ്തു മാം. പിന്നെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് വരുന്നില്ല. ആ മലയാളം അവക്ക് എന്റെ മലയാളം മനസ്സിലാന്ന് കുഞ്ഞിക്ക്, മീൻസ് നമ്മള് രണ്ടാളും ഒരു മീൻസ് ആ മാംഗ്ലൂർ ഇതിലൊക്കെ കണക്ട് ആണ് അവള്. ഓക്കെ മമ്മി ഗുഡ് എന്ന് പറയും. ബട്ട് ഈടെ വന്നിട്ട് നമുക്ക് എന്റെ മലയാളം മറ്റവർക്ക് മനസ്സിലാവണ്ടത്, അപ്പൊ വേണ്ടാന്ന് വെച്ചിട്ടിരുന്നു മാം. പക്ഷെ അങ്കിതയുടെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, കാരണം എനിക്ക് മനസ്സിലാവാത്തത് അവരാണ് എനിക്ക് പറഞ്ഞു മാം. സോറി, ഒരു മിനിറ്റ്. ഞാൻ തമിഴ് അങ്കിത ഞാൻ തമിഴ്നാടാണ്, തിരുപ്പൂരാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ. പക്ഷെ അങ്കിത സംസാരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്ന ശേഷം ഈ മലയാളം ഇത്ര ഫ്ലൂയന്റ് ആയത്, ഈ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയ ശേഷം കുറെ വേർഡ്സ് പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. അവിടെ നമ്മൾ കേൾക്കുമ്പോൾ പഠിക്കും. അതുപോലെ ട്രൈ ചെയ്താൽ മതി, മിസ്റ്റേക്സ് എല്ലാവർക്കും ഉണ്ടാവും. എന്റെ മിസ്റ്റേക്സ് 11th ബാച്ചുകാർക്ക് അറിയാം. മൊത്തത്തില് സ്റ്റാർട്ടിങ് മിസ്റ്റേക്സ് ആയിരുന്നു, ഇപ്പൊ ശരിയായി. ഇനി അങ്കിത പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടു. കറേജിനെ കുറിച്ചും കൺട്രോൾ, അങ്കിത ഉദ്ദേശിച്ച കൺട്രോൾ എന്താന്ന് വെച്ചാൽ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഒരു ബൗണ്ടറിയിലാക്കുക എന്നുള്ളത്, അതായത് എല്ലാം ഒരുമിച്ചാക്കുക. ആ ഒരു ഉദ്ദേശിച്ചാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മോഡേൺ സൂപ്പർവിഷൻ ഇസ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നു. ഓക്കെ, അതിനെ നിങ്ങൾക്കൊരു നിഗ്ലി എന്ന് കാണാം. കുറെ ടേംസ് ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ട് കേട്ടോ. ലൈക്ക് പുതിയ പുതിയ വേർഡ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ ഒരു അറിയാവുന്നത് നല്ലത്. ഈ നിഗ്ലി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്, അതിൽ മെയിൻ ആയിട്ട് ചിലരുണ്ടാവും, അവരെല്ലാരും കൂടെ റിസർച്ച് ചെയ്യുന്നതാണ് പല കാര്യങ്ങളെ കുറിച്ചും, ലീഡർഷിപ്പിനെ കുറിച്ചും, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ എൽ എന്നുള്ളത് കോമൺ ആയിട്ടുള്ളത്, അതില്
ആരാണോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ആളുടെ പേര് ചേർക്കും. ഇവിടെ നിഗ്ലി ആണ് ചേർത്തിരിക്കുന്നത്, ചിലയിടത്ത് ഫ്രൈ ചേർക്കും. അതൊരാളുടെ പേരാണ് കേട്ടോ, ലൂയിസ് W. ഫ്രൈ എന്ന് പറയുന്നത്. ആള് പല രീതിയിലുള്ള ലീഡർഷിപ്പ്, സ്പിരിച്വൽ ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നിഗ്ലി എറ്റ് എൽസ്റ്റേറ്റ്. നിഗ്ലി എന്ന് പറഞ്ഞ ഒരാള് അവര് കുറെ ഗ്രൂപ്പ് ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ സൂപ്പർവിഷന്റെ ഈ ഒരു കാര്യത്തെ പറ്റി റിസർച്ച് ചെയ്തപ്പോ പറഞ്ഞ കാര്യങ്ങൾ അതാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കുറെ ആളുകളുടെ പേരും കുറെ പുതിയ പുതിയ വേർഡ്സും ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോ ശരിക്കും നമുക്ക് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക ബൈ മേക്കിംഗ് ദ ടീച്ചേഴ്സ് മോർ ബെറ്റർ. അപ്പോഴാണ് അവർക്ക് ആ ലേണിംഗ് കുട്ടികളിലേക്ക് ശരിയായ രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു ടീച്ചിങ് മെത്തേഡ്. അപ്പൊ കുട്ടികളുടെ പ്യൂപ്പിൾ ലേണിംഗ് നല്ല രീതിയിൽ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നോക്കുന്നത്. ഓക്കെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കും, ശ്രദ്ധിക്കില്ല എന്താണോ ആവശ്യം, റിസൾട്ട് എന്ത് വേണം, നമ്മളുടെ ആ ഒരു സ്കൂളിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ആ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അങ്ങനെയൊന്നും നോക്കാതെ കാടടച്ച് വിടുവിക്കാന്ന് പറയില്ല, അതുപോലെ ചുമ്മാ ഒരു ട്രെയിനിങ് അങ്ങ് പേരിന് കൊടുക്കും. പക്ഷെ ഇപ്പോ എങ്ങനെയാണ് മുന്നിൽ വരുന്ന കുട്ടികള്, എങ്ങനത്തെ ഒരു ലേണിംഗ് എൻവയോൺമെന്റിലാണ് ടീച്ചറും കുട്ടികളും പോകുന്നത്, അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ആണ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു സൂപ്പർവൈസർ, മോഡേൺ സൂപ്പർവൈസറുടെ റോൾ എന്ന് പറയുന്നത് സാധാരണ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിന്നൊക്കെ ഫാർ ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ആ ഒരു സൂപ്പർവൈസർ. മറ്റേതൊരു ക്ലാസ് റൂമിനകത്ത് ഒതുങ്ങി നിൽക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ രീതികളും പുതിയ ടെക്നോളജിയും എല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഓരോ കാര്യങ്ങളും ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 4 പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കോഹെസീവ്നെസ്. ഓക്കെ, ജസ്റ്റ് ഓരോന്നും ഒറ്റ സെന്റൻസിൽ ഒന്ന് പറയാൻ പറ്റുമോ? കോൺവെർസേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ഇറ്റ്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പുറം സംസാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിയർ ആക്കുന്നത്. മീൻസ് ഒരാളെ മുണ്ടിട്ട് കാര്യമില്ല, അവർ ഞമ്മ മുണ്ടിയത് അവർക്ക് മനസ്സിലായിട്ട് അവരതിന് മറുപടി തരുന്ന മാതിരി. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ എഫക്റ്റീവ് കോൺവെർസേഷൻ അല്ലേ? അതെ അതെ, എഫക്റ്റീവ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അതൊരു ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന പോലെയല്ല. അങ്കിത പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുക, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ എന്തായിരുന്നു? കോഹെസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാളുമായിട്ട് കൂടിച്ചേർന്ന് വർക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയി പോവാതെ ഒരു എയിമിന് വേണ്ടിയിട്ട് എല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് മാം. ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അതെ, സോ ആ ഒരു വൺനെസ് വി ഫീൽ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, തേർഡ് വൺ ലൈക്ക് കോർഡിനേഷൻ മാം. മീൻസ് ഞമ്മ മീൻസ് അവര് ഇത് ഒരുമിക്കാം എഴുതിയൊക്കെ വെച്ചേക്കുവാണ്. മൈക്ക് ഓൺ ആയിക്കുമ്പോൾ എന്റെ കോൺഫിഡൻസ് പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, വീഡിയോ ഓൺ ചെയ്ത് ഞങ്ങളെ ജസ്റ്റേഴ്സിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. സൈൻ ലാംഗ്വേജ്. ഓക്കെ ഫൈൻ. സോ കമ്മ്യൂണിക്കേറ്റീവ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ഒരു ഇൻഫർമേഷൻ വേറൊരിടത്തേക്ക് എത്തിക്കുമ്പോൾ പലപ്പോഴും പലതും സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ അതായിരിക്കണം. ഓക്കെ, സോ അത് അല്ലെങ്കിൽ അത് ബന്ധങ്ങളിൽ തന്നെ വിള്ളലുണ്ടാക്കും. ശരിയായൊരു മെസ്സേജ് അല്ല എത്തിയിട്ടുള്ളതെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. പല ലെവൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഒരു സ്കൂൾ നോക്കുമ്പോൾ പല സ്റ്റാഫ് ഉണ്ട്, ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, പല എഡ്യൂക്കേഷൻ ലെവൽസിലുള്ളവരുണ്ടായിരിക്കും. ഒരു മെസ്സേജ് ഇവരിൽ എല്ലാവരിലേക്കും എത്തണമെങ്കിൽ ഓരോരുത്തരിലേക്കും അത് ശരിയായ രീതിയിൽ എത്തുന്ന രീതിയിൽ വേണം ആ ഒരു സൂപ്പർവിഷൻ ടീച്ചേഴ്സിനോട്, അല്ലെങ്കിൽ ഇപ്പൊ പ്രിൻസിപ്പൾ ആണ് അവിടുത്തെ സൂപ്പർവൈസർ എന്ന് വിചാരിക്കുക.
അപ്പൊ ആ ഒരു പ്രിൻസിപ്പിള് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ ഉണ്ടായിരിക്കും സ്കൂളിലെ വെഹിക്കിൾസ് ഓടിക്കുന്നത്, അവരോടും ആ ഒരു മെസ്സേജ് പറയണം. അപ്പൊ ടീച്ചേഴ്സിനോട് പറയുന്ന പോലെ ചിലപ്പോൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. മറ്റവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണല്ലോ, നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കാര്യം പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. യെസ്, ഫോർത്ത് വൺ ഏതായിരുന്നു? എല്ലാം ഒരു പരിധിയിലാക്കാന്ന് അങ്കിത പറഞ്ഞില്ലേ, കൺട്രോൾ, Comprehensive. ഓക്കെ. കോംപ്രിഹെൻസീവ് ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് ഒന്ന് പറയാമോ? ഒരു സ്കൂളാകുമ്പോ പല കാര്യങ്ങളും ഉണ്ടാകും അല്ലെ? എക്സാംസ് നടത്തണം, ആനുവൽ ഡേ നടത്തണം, ആർട്സ് വീക്കോ ആർട്സ് ഡേയോ അങ്ങനെ നടത്തണം, സ്പോർട്സ് മീറ്റ് ഉണ്ടാകും, സയൻസ് എക്സിബിഷൻസ് ഉണ്ടാകും, പിന്നെ എന്തൊക്കെയാ ഉണ്ടാവും സ്കൂളില്? വേറെ എന്തൊക്കെയാ? പിന്നെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ കാണുമായിരിക്കും. പിന്നെ അക്കാദമിക് ഇയർ ഓപ്പൺ ആകുമ്പോൾ ആ ദിവസത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ആരുടെയെങ്കിലും റിമംബറൻസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്നതാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി അങ്കിത പറഞ്ഞ പോലെ കൺട്രോൾ, പരിധിയിലാക്കുക, ഒരു ബൗണ്ടറിക്കുള്ളിലാക്കി കാര്യങ്ങളെ ജോയിൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൂപ്പർവൈസറുടെ ജോലി. ആണ് കോംപ്രിഹെൻസീവ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും That means checking that everything goes as planned, means everything എല്ലാ കാര്യബദ്ധമായിട്ട് പോകുന്ന മാതിരി നോക്കുന്നതല്ലോ. അതല്ലേ, അതായത് സ്പോർട്സ് മീറ്റ്, ആർട്സ് മീറ്റ്, അത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം കരിക്കുലം അല്ലെ? പഠിക്കുന്നതുമായിട്ട് വലിയ ബന്ധമില്ല, പക്ഷെ എന്ന് കരുതി അത് കുറച്ച് നല്ല പോലെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ലല്ലോ സ്കൂൾ നോക്കുന്നത്. ഏറ്റവും ഭംഗിയാക്കാൻ നോക്കും ഓരോ ഈവന്റും. അതാണ് ശരിക്കും കോംപ്രിഹെൻസീവ് എന്നുള്ളതുകൊണ്ട്. എക്സാം ടൈം ആവുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു, ആനുവൽ ഡേ ആവുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നു, ഈവൻ PTM നടത്തുമ്പോൾ, പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടത്തുമ്പോഴും അതും നല്ല പ്ലാൻഡ് ആയിട്ട്, ഇത് പറഞ്ഞ പോലെ പ്ലാൻഡ് ആയിട്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് പോവുക എന്നുള്ളത്. അടുത്തത് നെക്സ്റ്റ്, ക്രിയേറ്റീവ്. നമ്മൾ പറഞ്ഞു സൂപ്പർവിഷന്റെ ഒരു ഉദ്ദേശം ടീച്ചർ ഒരു ബെസ്റ്റ് ഇൻ അധ്യാപകരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് അത് പ്രോത്സാഹിപ്പിക്കുക. അതന്നെ, അത് പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരിക. അവരുടെ വേറെ ടാലൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്സ് ടീച്ചേഴ്സിന് വലിയ ടാലൻസ് ഒന്നും ഉണ്ടാവില്ല, അതേസമയം വേറെ സബ്ജക്റ്റിലെ ടീച്ചേഴ്സിന് ആർട്സ്, മ്യൂസിക്, ഡാൻസിലൊക്കെ ഭയങ്കര ടാലൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല കേട്ടോ അത് എത്രത്തോളം ശരിയാണെന്ന്. സ്കൂളിലുണ്ട്, അവർക്ക് ടീച്ചേഴ്സിനായിട്ട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാം, ഡാൻസ്, നാടകം, അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ അവര് ചെയ്യുന്നതാണ്. അന്ന് നമുക്ക് പാരന്റ്സിനും പുറത്തുള്ളവർക്കൊക്കെ കാണാനുള്ള ഒരു അവസരമുണ്ട്. വെരി ഗുഡ്, നൈസ്. അവരെ ട്രിഗർ ചെയ്യുക, അവരുടെ ഉള്ളിലെല്ലാം സ്പാർക്ക് ഉണ്ട്, ആ സ്പാർക്ക് കണ്ടെത്തി അവരെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഇവര് സ്റ്റാഫ് മാത്രമായിട്ട് ഇവര് എക്സ്കർഷനൊക്കെ പോവല്ലോ, ടൂർ, ചെറിയ ട്രിപ്പിനൊക്കെ പോകും. അപ്പോഴൊക്കെ അങ്ങനെ ഇവരുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രിഗർ ചെയ്യുന്നു. ഓക്കെ, മലയാളം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് മാം കുറച്ചും കൂടെ ഈ കലാവാസന കൂടുതലായിരിക്കും പറയുന്നത്, കവിത പാടാൻ, തിരുവാതിര കളിക്കാനൊക്കെ ആയിട്ട്. ഭൂരിഭാഗവും നമ്മൾ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കുറച്ചും കൂടി സപ്പോർട്ട് ആവാം. ഈ മാത്സ് പഠിപ്പിക്കുന്നത് ആ സ്ഫടികത്തിലെ മാത്സ് ടീച്ചറെ പോലെ, തിലകനെ പോലെ ഇങ്ങനെ മസിൽ പിടിച്ച്, എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് സമാധാനമുള്ള ആരും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഈ മാത്സ് ടീച്ചേഴ്സ് ആണ് കൂടുതൽ ഡ്രിൽ പീരീഡ് കടം ചോദിക്കുന്നവര്. അതുള്ള ശരിയാ. സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയപ്പോഴേ നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള മാത്സ് ടീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മാത്സ് ഇഷ്ടമായതുകൊണ്ട് നമ്മളെ ടീച്ചേഴ്സിന്റെ രീതി ബാധിച്ചിട്ടില്ല. പക്ഷെ മറ്റു കുട്ടികൾക്ക്, മാത്സ് പേടിയായിട്ടുള്ള കുട്ടികൾക്ക് അവരതിനനുസരിച്ചുള്ള
നിക് നെയിം ഒക്കെ ടീച്ചർമാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനത്തെ മാത്സ് ടീച്ചർമാർ ഇച്ചിരി മോഡേൺ ആയിട്ട് നടക്കും. ഞങ്ങളൊക്കെ മാത്സ് ടീച്ചർ അങ്ങനെയായിരുന്നു, ഇത്തിരി മോഡേൺ ഒക്കെ ആയിട്ട് ഒന്നിനൊന്നും പങ്കെടുക്കാണ്ട് സ്റ്റഡി. ടീച്ചേഴ്സിന്റെ ഉള്ളിലുള്ള ബെസ്റ്റ് കണ്ടെത്തുക, അതിനെ ഇഗ്നേറ്റ് ചെയ്യുക, അതിനെ കത്തിച്ചു വിടുക. അതാണ് ഒരു മോഡേൺ സൂപ്പർവിഷൻ ഇസ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പണ്ടൊന്നും ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ ടീച്ചേഴ്സിന് അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. ക്രിയേറ്റീവ് ആൻഡ് റിസോഴ്സ്ഫുൾ എന്നുള്ള രീതിയിൽ. 5th പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അടുത്തത് 6th വേണം. 6th വൺ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവിറ്റി. സൂപ്പർവിഷനില് ഇപ്പൊ കുറെ മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. സോ സയന്റിഫിക് ആണ്. പല രീതിയിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് സയന്റിഫിക് മെത്തേഡ്സ് ഒക്കെ എടുക്കും. ലൈക്ക് സർവേസ്, ആക്ഷൻ റിസർച്ച്, എക്സ്പെരിമെന്റേഷൻ. എന്താണ് ബൂസ്റ്റ് ചെയ്യുക പെർഫോമൻസ്, ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുക. പിന്നെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടുതൽ എഫക്റ്റീവ് ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ടീച്ചേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നു. എപ്പോഴും അവര് ചിന്തിക്കാൻ, കൺസ്ട്രക്റ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടും ചിന്തിക്കാനായിട്ട് അവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ പണ്ട് കാലത്ത് ടീച്ചർമാരുടെ കയ്യിലൊക്കെ ചൂരലായിരുന്നു അല്ലെ, അത് പ്രൊമോട്ട് ചെയ്തിരുന്നു സ്കൂള്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു സ്കൂൾ കാലഘട്ടമായിരുന്നു. പണിഷ്മെന്റ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു. കുട്ടിയെ പുറത്ത് നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളും, ബിസ്ക്കറ്റ് നിർത്തുക, അങ്ങനെയൊക്കെ മുട്ടുകുത്തി നിർത്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ടീച്ചേഴ്സ് പണ്ടിട്ടോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ആയിരിക്കും ടീച്ചേഴ്സ് എടുക്കുക. ലൈക്ക് പക്ഷെ നമ്മളിപ്പോ സർവേ നടത്തിയില്ലേ, അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ 10 ആൾക്കാരെ സർവേ ആണ് എടുത്തത്. അപ്പൊ 2-3 പാരന്റ്സ് പറയുന്നത് മെന്റലി അല്ല മാം, ഫിസിക്കലി പനിഷ്മെന്റ് കൊടുക്കുന്നതിൽ അവർക്ക് എതിർപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. കുറെ പേര് അതിനെ ഫോറായിട്ടും കുറെ പേര് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. കുട്ടിയെ തല്ലരുത്, വടി കൊണ്ട് തല്ലരുത്, കൈ കൊണ്ട് തല്ലരുത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ ടീച്ചേഴ്സ് ഒക്കെ ശരിക്കും പിച്ചുമായിരുന്നു അല്ലെ, ചെവിയില് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമുക്കൊരു വല്ലാത്തൊരു ഹർട്ടാണ്. കാരണം മറ്റുള്ളവരുടെ മുന്നിലും വെച്ചും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ വടി പോയത് കൊണ്ടാണ് കുഞ്ഞുങ്ങള് എല്ലാം മോശമായെന്ന് ഒരു കൂട്ടം ആൾക്കാര് വാദിക്കുമ്പോൾ കുറെ പേര് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. അങ്ങനെ ഒരു വടിയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. ചിലർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വടിയുടെ കാര്യം. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വടിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയൊക്കെയോ പേടികൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോറൽ സൈഡ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു ഇതില്ല എന്നാണ് പറയുന്നത്. ശരിയാണ് മാം. മാത്സിന്റെ ഒക്കെ ടേബിളൊക്കെ പണ്ടൊന്നും പഠിക്കാതെ പോകുമ്പോ അടി കിട്ടിയിട്ട് പിന്നെ പഠിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ആ ടേബിൾ ഒന്നും പഠിക്കാൻ ഒരു താല്പര്യമേ ഇല്ല. എഴുതി കാണിക്കാം, വായിച്ചു പഠിക്കേണ്ട കാര്യമില്ലെന്നാ പറയുന്നത്. പിന്നെ മാം പണ്ട് നമ്മൾ എത്രേ തല്ലി തിന്നാലും നമ്മ ഒരു ഡിപ്രഷനൊക്കെ പോയിട്ടും ഉണ്ടാവില്ല മാം. ആ കാര്യങ്ങള് ഇപ്പത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറുങ്ങനെ വോയിസ് റൈസ് ആയാലും വീട്ടിൽ വന്നിട്ട് റൂം അടിച്ചിട്ട് ഇരിക്കും. പിന്നെ പേരൻസുകളെ കംപ്ലൈന്റ്, എന്റെ മോന് ഡിപ്രഷൻ പോയി, ജസ്റ്റ് നിങ്ങൾ ബീറ്റ് ആക്കിയിട്ട്, ജസ്റ്റ് നിങ്ങൾ ഷൗട്ട് ആക്കിയിട്ട്. ഇപ്പൊ മീൻസ് അങ്ങനെയല്ല, ഞമ്മ ഇപ്പൊ പണ്ടത്തെ ഇതിൽ തന്നെ ഞമ്മ വളർന്നിട്ട് വന്നിട്ടുണ്ടാവും. ബട്ട് ഞമ്മക്കറിയോ അത് ഒന്നും ആവില്ല. ഈ ടീച്ചേഴ്സിനെ ഇപ്പൊ റാഷായിട്ട് മുണ്ടിയാലും നമ്മള് നല്ലതിന് ആ പണ്ടത്തെ കാലത്തിലുണ്ട്. ബട്ട് ഇപ്പത്തെ പിള്ളേർ എന്റെ അമ്മേനെ ഞങ്ങൾക്ക് ഷോർട്ട് ആക്കുന്നില്ല, നീ ആരെന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പൊ പിള്ളേരില്ലേത്. മീൻസ് ആക്ച്വലി ആ ബിഹേവിയർക്ക് റീസൺ ഞമ്മന്നെ. മീൻസ് ആ പണ്ടത്തെ 90s കുട്ടികൾ ഇപ്പൊ എന്താക്കെന്ന് പറഞ്ഞാൽ 20s മാതിരി തന്നെ ചെയ്യും. മീൻസ് ഞമ്മക്ക് അങ്ങനെ ഉണ്ടായത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടാന്ന് ഞമ്മ വിചാരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ബട്ട് അവർ അതിനെടുക്കുന്ന വേ വേറെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് അത് ടീച്ചേഴ്സിനൊക്കെ വന്നിട്ടുണ്ടാവും, പേരൻസിനൊക്കെ വന്നിട്ടുണ്ടാവും ആ പ്രോബ്ലംസ്. മാം ഇത് പറഞ്ഞപ്പോ ഇൻസിഡന്റ് 2 ദിവസം മുന്നേ ഇവിടെ പാലക്കാട് എന്റെ വീട്ടിന്റെ കുറച്ചപ്പുറത്ത് നടന്ന ഒരു സംഭവം ഓർമ്മ. പാലക്കാട് കണ്ണാടി ഹൈസ്കൂളുണ്ട്. ആ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ 9th സ്റ്റാൻഡേർഡ് കുട്ടിനെ
ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇതാക്കിണ്ടായിരുന്നു, ചീത്ത പറഞ്ഞതാ ടീച്ചർ. ആ കുട്ടി വീട്ടിനുള്ളിൽ പോയിരുന്ന സൂസൈഡ് ചെയ്തു. ഇപ്പൊ ആ ടീച്ചർ രണ്ടുപേരും HMനെയും ടീച്ചറിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 10 days. പക്ഷെ ആ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം തെറ്റാണെങ്കിൽ എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോ ജസ്റ്റ് വാൺ ചെയ്താണ് ടീച്ചർ. ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കേസാവും, നിങ്ങളിങ്ങനെ വേണ്ടാത്ത മെസ്സേജ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വാൺ ചെയ്തത് ആ കുട്ടി തെറ്റായിട്ട് എടുത്തിട്ടാണ് ആ ഒരു ഇത് ചെയ്തത്. പക്ഷെ അവിടെ ഫാമിലിയിൽ പറയുന്നത് ആ കുട്ടിന്റെ താഴെ ഒരു കുട്ടിയുണ്ട്, അവര് 10 years ഡിഫറൻസ് ആണ്. ഓൾറെഡി ആ കുട്ടിക്ക് ചെറിയ ഡിപ്രഷൻ ഉണ്ട്. അതായത് ചെറിയ കുട്ടിനെ നന്നായിട്ട് ഇതാവുന്നതും ഈ കുട്ടിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരിതും ഉണ്ടായിരുന്നു. സൂസൈഡ് ചെയ്തപ്പോ മാത്രം ടീച്ചേഴ്സിനാണ് അത് വന്നത്. വീട്ടിലുള്ളവരൊക്കെ ടീച്ചേഴ്സിന്റെ മേലേക്ക് വന്നു എന്ന് മാത്രം. അതില് മാക്സിമം എനിക്ക് അതിൽ കുട്ടി ചെയ്തതിനേക്കാളും അവിടുത്തെ 9th സ്റ്റാൻഡേർഡ് ആണ്. നമ്മളൊക്കെ 9th പഠിക്കുമ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളായിരുന്നു. എന്താ പറയുന്നത് അത് ചെവിയോടത്ത് കേട്ടിട്ട് വരുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കുട്ടിയിൽ നിന്ന് സമരം ചെയ്യുക. പെൺകുട്ടികളൊക്കെ വോയിസിൽ സൗണ്ട് ഇങ്ങനെ ഇതായിട്ട് ന്യൂസിൽ കേൾക്കുമ്പോ നമ്മളൊന്നും ഒന്നും അല്ല, ഇതാണ് കുട്ടികളെന്നുള്ളൊരു രീതിയിലേക്ക് അത് വരുന്നത്. ടീച്ചറാണ് തെറ്റ്, ടീച്ചറാണ് നമുക്ക് ഇത്രയും ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ന്യൂസിൽ നമ്മൾ ന്യൂസ് എടുക്കാൻ പോണ അവരുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. ഓക്കെ, അതാ ശരിയാണ്. ഇപ്പൊ മാം വാട്സപ്പ് ഗ്രൂപ്പുകളാണല്ലോ കൂടുതൽ, ക്ലാസ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ. ആദ്യകാലം നമുക്കൊരു ക്ലാസ് ടെസ്റ്റോ കാര്യങ്ങളോ കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്സിലെ പിള്ളേര് മാത്രമേ അറിയുന്നുള്ളൂ ഇത്ര മാർക്ക് ഇത്ര കുറവ് എന്നൊക്കെ. ഇപ്പൊ ഗ്രൂപ്പിൽ വിടുന്നതുകൊണ്ടേ ഒത്തിരി ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ മോളത്തെ ക്ലാസ്സിലെ ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ട് മാർക്ക് പോലും ക്ലാസ് ഗ്രൂപ്പിൽ ഇടുമ്പോ എല്ലാ പാരന്റ്സും എല്ലാരും കാണുമ്പോ അവൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ തളർന്നിട്ട് ക്ലാസ് ഒക്കെ നിർത്തിയണു ഉമ്മാന്നൊക്കെ പറഞ്ഞു കാണാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ്. എല്ലാ അച്ചടക്കത്തോടെ ഗ്രൂപ്പിൽ വരും എന്നുള്ളൊരു പേടി കാരണം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഹോംവർക്ക് ആയാലും എല്ലാം. എല്ലാ കുട്ടികൾക്കും അങ്ങനെ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പൊ മോളത് നല്ല രീതിയിൽ ദിസ് ഈസ് റോങ് മാം. ഗ്രൂപ്പില് അയക്കുന്നത് തന്നെ റോങ്. മീൻസ് അവര് ആ ഈ മെന്റാലിറ്റി തന്നെ റോങ് എന്ന് ഞാൻ പറയാം. മീൻസ് അവരവരെ കുഞ്ഞുങ്ങളെ മാർക്ക് മീൻസ് സ്കൂളിൽ ക്ലാസ്സിൽ മനസ്സിലാവും, പുള്ളങ്ങൾക്ക് അവർ ഒന്നിച്ചിട്ട് എല്ലാവർക്കും അത് മനസ്സിലാവും. ബട്ട് അത് ഗ്രൂപ്പിൽ ഇട്ടപ്പോ പേരൻസുകളെ മിഡിലിൽ വരും മാം. ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ മോക്ക് നീ ടോപ്പർ ആവണ്ട, ജസ്റ്റ് നിന്റെ ഫ്യൂച്ചർ ബിൽഡ് ആക്കാൻ എത്ര വേണം അത്ര നീ ലേൺ ആക്കിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഇത് ടോപ്പറിന്റെ റാങ്ക് കണ്ടിട്ട് നമുക്ക് ഈ അമ്മമാർക്ക് എന്താവും, നോക്കൂ അവര് പഠിച്ചില്ലേ നിനക്കയ്യാൻ മീൻസ് അമ്മമാര് ഡിപ്രഷനൊക്കെ പോകുന്ന ചാൻസസ് ഒക്കെ വരും. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അവരുടെ പേരൻസ്ക്കും ഇത് എഫക്ട് ആവുന്നതുണ്ട്. ബട്ട് അത് എക്സാക്ട്ലി പറയുന്നെങ്കിൽ പേരൻസ്മാര് അഗെയിൻസ്റ്റ് ആവണം. ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതിന് പേരൻസ് അഗെയിൻസ്റ്റ് ആയാലും നല്ലതെന്ന് വിചാരിക്കാം. ഇനി നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക് നമ്മൾ ഫുൾ ലിസ്റ്റ് തരുന്ന കുഴപ്പമാവോ? അതൊരു കുഴപ്പമുണ്ടോ? ഹലോ, ഞങ്ങള് മാത്രമല്ലേ കാണുന്നുള്ളൂ. ഗ്രൂപ്പിൽ ഇടാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഓരോരുത്തരോടും പേഴ്സണലി പറഞ്ഞാൽ മതി. ഓക്കെ, സോ കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമുക്ക് പറ്റട്ടെ, കൺസ്ട്രക്റ്റീവ് ആയിട്ട് കാര്യങ്ങളെ കാണുക. നമുക്കൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ കുട്ടി അത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങും. നീ ഒരു കാര്യം ചെയ്യും, ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കുക, ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് കളർ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വിചാരിക്കും ആ കൊള്ളാലോ. അല്ലെങ്കിൽ അവനെ പിടിച്ചൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുക, എന്താ പറയാ ചെടി നനയ്ക്കുക, അല്ലെങ്കിൽ തുണികളൊക്കെ മടക്കി വെക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ ആക്ഷൻ നമുക്ക് വീട്ടിൽ ചെയ്യാം, സ്കൂളിലും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ പിടിച്ച് ലീഡറാക്കുന്ന പരിപാടി അത് പണ്ട് കാലം തുടങ്ങി ചെയ്യുമായിരുന്നു. അവര് ഞാൻ ഇങ്ങനെ ആവണമല്ലോ, അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു കാര്യം വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു പറഞ്ഞത്. ടീച്ചേഴ്സ് ആ ഒരു രീതിയിൽ ചിന്തിക്കണം എന്ന്. ഞാനിത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ HOD ഉണ്ടായിരുന്നു സാർ ഇലക്ട്രോണിക്സിൽ. അപ്പോ സെക്കൻഡ് ഇയറിലെ കുട്ടികൾക്ക് 3 വർഷമുള്ളൂ പോളിടെക്നിക്ക്. സെക്കൻഡ് ഇയറിലെ കുട്ടികൾക്ക് ഇത് കൊടുക്കും, പ്രോജക്റ്റ് കൊടുക്കും. ഞാൻ ഒരു ക്ലാസ്, അതിനകത്ത് ബോയ്സ് ആണ് കൂടുതൽ, ഗേൾസ് എല്ലാം ഉണ്ടാവുന്നവരേ ഉള്ളൂ. അപ്പം എല്ലാരും ഓരോ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തു. ഒരു ബോയ് മാത്രം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ചു ചെന്നപ്പോ
പാരന്റ്സ് പറഞ്ഞ അനുസരിക്കില്ല, ഇവൻ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാന്ന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഡേയ്സ് ഇവന് കൊടുത്തു. ബാക്കി എല്ലാവരും ടോപ്പിക് സെലക്ട് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവൻ ടോപ്പിക് പോലും സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം ടോപ്പിക് സെലക്ട് ചെയ്ത് എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അവൻ ആ ദിവസം തന്നെ വന്നു, പക്ഷെ ടോപ്പിക് സെലക്ട് ചെയ്തില്ല, മിസ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എനിക്ക് അന്ന് 24-25 ഇയേഴ്സ് കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ അവന്റെ പുറകെ നടന്ന് എന്റെ സമയം മുഴുവൻ എടുത്ത് അവനെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പെട്ടെന്ന് എന്റെ ശബ്ദം റൈസ് ചെയ്തു. സ്റ്റാഫ് റൂമിൽ അവൻ എന്നെ കാണാൻ വന്നത്. പെട്ടെന്ന് എന്റെ ശബ്ദം ഒന്ന് ഉയർന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ HOD സാറ് അവിടെ ഇരുന്നോണ്ട് എന്നോട് കാമാവാൻ പറയുവാണേ. സാറ് നല്ലൊരു സൂപ്പർവൈസർ ആയിട്ട് എനിക്കിപ്പോ തോന്നുക. കാരണം സാറ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. കുട്ടികൾ എന്തെങ്കിലും ഈവിളത് കാണിക്കുവാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും അങ്ങനെ. പക്ഷെ സ്റ്റാഫിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സാറിന് മനസ്സിലായി ഈ കേസ് ഞാൻ സാറിന്റെ അടുത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസായിരുന്നു. അപ്പൊ സാറ് എന്നോട് ഇങ്ങനെ കാമാവാൻ ഇങ്ങനെ പറയുകയാണ്. സാർ അത് ഡീൽ ചെയ്തു അന്ന് ആ ദിവസം. അപ്പൊ സാർ അത് ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി ഡീൽ ചെയ്തതായിട്ട് ഇപ്പൊ അത് ഓർക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് പക്ഷെ നമുക്ക് അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് അപ്പുറത്തേക്ക് അവൻ ഒത്തിരി മോശമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തായാലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അവൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ അവിടെ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. മീൻസ് നമ്മൾ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. പിന്നെ അവൻ എന്തായി, ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പാരന്റ്സിനെ പേടിയില്ല, ഫുൾ ടൈം വെള്ളം അടിച്ച് വീടിനകത്ത് കിടപ്പാന്നാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു റിപ്പോർട്ട്. പക്ഷെ നമ്മളോടൊന്നും റെസ്പെക്റ്റിനോ ഒന്നിനും ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു മോശമായ രീതിയിലുള്ള പെരുമാറ്റം ആരോടും, കുട്ടികളോടാണെങ്കിലും സ്റ്റാഫിനോടാണെങ്കിലും ഇല്ല. ഇത്രയും ഇങ്ങനെ പറഞ്ഞപ്പോഴും അവൻ നിന്ന് കേട്ടതല്ലാതെ അവനൊരക്ഷരം മിണ്ടിയില്ല. അവനാ ചെളിക്കുണ്ടിലേക്ക് വീണുപോയി. അതിൽ നിന്ന് അവനെ കരകയറ്റാന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. പിന്നെ നമ്മളന്ന് അത്രയും വളർന്നിട്ടൊന്നുമില്ല അങ്ങനെ കുട്ടിയുടെ പുറകെ പോയി അവനെ രക്ഷിക്കാനായിട്ട്. ഇടയ്ക്ക് അങ്ങ് ആലോചിക്കും ആ കുട്ടിയെ കുറിച്ച്, അവനിപ്പോ എന്തായിട്ടുണ്ടാകും, ചിലപ്പോ എന്തെങ്കിലും ഒരു ട്രിഗർ വന്ന് നേരെയായിട്ടുണ്ടാകാം എന്നും വിചാരിക്കേ. അപ്പൊ അത് ഒരു ക്രിട്ടിക്കൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് മെത്തേഡായിരുന്നു ഞങ്ങളുടെ HOD-യുടെ ഒരു രീതി. സാർ അത് ഡീൽ ചെയ്തു. ബട്ട് മാം കുറച്ചൊക്കെ ഒരു ഒച്ചയൊക്കെ ഇടണ്ടേ മാം? നമ്മള് എന്ത് ചെയ്താലും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ അത് പിള്ളേർക്കൊരു സപ്പോർട്ടായിട്ട് പോകില്ലേ? നമ്മൾ പണ്ടൊരു ഇംഗ്ലീഷിനൊക്കെ നമുക്കൊരു ഡിക്റ്റേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5 പേർക്ക് തരുന്നത് നമുക്കറിയാം. നമ്മൾ 3 പഠിച്ചിട്ടുള്ളൂ, 2 തല്ല് നമ്മൾ എന്തായാലും വാങ്ങണം. അപ്പൊ അതിനൊരു പ്രിപ്പറേഷൻ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാവും. പോകുന്നു, അത് എഴുതുന്നു, തല്ല് വാങ്ങുന്നു, വീഴുന്നു. പക്ഷെ പിറ്റത്തെ ദിവസം ആ ടീച്ചർ നമ്മളെ കണ്ടിട്ടൊന്ന് ചിരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം പോകും. അത് മാറി ഇപ്പത്തെ പിള്ളേർക്കൊന്ന് തല്ലുമ്പോഴേക്കും ഒന്ന് ചീത്ത പറയുമ്പോഴേക്കും അതിന്റെ ഭയങ്കരമായിട്ട് ഫീൽ ഇമോഷണൽ ആയിട്ട് അതിന് ഭയങ്കര തളർന്നു പോകുന്നു അങ്ങനെ. അപ്പൊ അത് കൊടുക്കാതെ പെട്ടെന്ന് കിട്ടുമ്പോഴുള്ള എഫക്റ്റ് അല്ലേ അത്. അപ്പൊ ഇടയ്ക്കൊരു പേടിപ്പിച്ചിട്ട് പിന്നെ നല്ലതാക്കുമ്പം ആ സാരില്ല, നീ അന്നേരത്തേക്കാളും നല്ലതായിട്ടുണ്ട്, ഇനി നീ ഇങ്ങനെ ആവണം എന്ന് പറയുമ്പം അവർക്ക് ആ ചെയ്തേനാ ടീച്ചർ അതുകൊണ്ടാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് ആ സമയത്ത് വരില്ലേ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ആൻഡ് ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. നെക്സ്റ്റ് വൺ പലപ്പോഴും സെൽഫ് ക്രിറ്റിസിസം. സൂപ്പർവൈസർ കാര്യം ഇതെല്ലാം ഗൈഡ് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യാണ്, ടീച്ചേഴ്സിനെ ബെറ്റർ ആക്കാൻ നോക്കുന്നു. അപ്പോൾ സൂപ്പർവൈസർ ഒന്ന് തന്നെ നോക്കും, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, എവിടെയെങ്കിലും ശരിയാവാനുണ്ടോ. ദാറ്റ് ഇസ് സെൽഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഓട്ടോ ക്രിറ്റിസിസം പറയുന്നത്. ഇവിടെയും ആ ഒരു നിഗ്ലി എത്ത് എൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുക, അതാണ് എത്ത് എൽ. അത് ആരാണോ ടീമിനെ ഒരു ടീമായിട്ട് ഇന്നായിരിക്കും റിസർച്ച് ചെയ്യുക, ആരാണോ ടീമിനെ ലീഡ് ചെയ്യുന്നത് അവരുടെ പേര് ചേർത്തിട്ടാണ് അത് പറയുന്നത് കേട്ടോ. സൂപ്പർവിഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്ത ഒരു ടീം നിഗ്ലി എത്ത് എൽ അവർ പറയുന്നത് ഈ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ സൂപ്പർവൈസർ ഒരു കാര്യം ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, ക്രിട്ടിസൈസ് ചെയ്ത് നോക്കണം, അനലൈസ് ചെയ്യണം, കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട്. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിനെ തേച്ച് മിനുക്കുക അല്ലെങ്കിൽ കൂകി തെളിയാന്നൊക്കെ പറയില്ലേ, റിപ്പീറ്റ് ചെയ്ത് അതിനെ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് നോക്കില്ലേ. അതാണ് ശരിക്കും ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ്സ്, നമ്മൾ ത്രൂ എക്സ്പെരിമെന്റ്സ് ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പോ വൈറ്റ് ക്ലോത്ത് വല്ലാതെ മുഷിഞ്ഞു അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റെയിൻ പറ്റി,
അപ്പൊ നമ്മൾ ആ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ എന്താ ഒരു ടിപ്പ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും അല്ലെ, അതൊന്ന് ചെയ്ത് നോക്കും. എണ്ണ പറ്റി ആ എണ്ണ കളയണം, സാധാരണ സോപ്പ് ഇട്ടിട്ട് പോകുന്നില്ല. സോ എന്താണ് അതിനുള്ള ടിപ്പ് എന്താ? അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ വെളുപ്പുള്ളതാക്കാനായിട്ട്, കൂടുതൽ വൈറ്റ് ആക്കാൻ, ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ ഓരോ മെത്തേഡ് നോക്കും അല്ലെ. ടേസ്റ്റ്, ചില ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂട്ടാൻ ഹെൽത്തി ആയിട്ട് എന്താ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. കുട്ടികൾ കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് ചില കുട്ടികൾക്ക് കാഴ്ചയിൽ കാണുമ്പോൾ നല്ല ഇഷ്ടം തോന്നി അവർ ചിലപ്പോ ഭക്ഷണം കുറച്ചൊക്കെ കഴിക്കും. ആ രീതിയിൽ അങ്ങനെ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് എല്ലാ ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം ചെയ്യാൻ നമ്മൾ ചില കലാവിരുതൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ സൂപ്പർവിഷനിലും ഓട്ടോ ക്രിട്ടിക്കൽ നമ്മൾ അതിനെ തേച്ച് മിനുക്കി എടുക്കുക, കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുക്കുക. കാരണം ഒരു ഇപ്പൊ സ്കൂളിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത്, ഒരു കൊറിയറുകാരൻ എന്നെ കുറേ നേരം കൊണ്ട് വിളിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ 7 C's മാത്രമാണ് ഇന്ന് പറഞ്ഞത്. കോൺവെർസേഷൻ, പിന്നെ എന്തായിരുന്നു, കൊഹീസീവ്നെസ്, കമ്മ്യൂണിക്കേറ്റീവ്, കോംപ്രിഹെൻസീവ്, പിന്നെ എന്തായിരുന്നു, ക്രിയേറ്റീവ്, യെസ്, modern supervision in scientific, okay, and last one is autocritics. സോ ആ 7 C's പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനില് 1, 2, 3 ഇത് മൂന്നും അല്ലെ ഇന്ന് നമ്മൾ സെമിനാർ എടുത്തത്. മൂന്നും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്നെ ഓർപ്പിക്കണം. അത് കഴിയുമ്പോൾ ക്രിയേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ ആരും സെമിനാർ എടുക്കാൻ ഇല്ലെങ്കിൽ അതും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക് മാറി മിക്സ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാകുന്ന രീതിയിൽ പേജ് നമ്പറിന്റെ അവിടെയോ അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ അവിടെയോ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൺഫ്യൂഷൻ വരും. Okay, thank you ma'am. Okay, bye. Thank you ma'am.